കമ്പോസിംഗ് വേദികളിൽ ചേട്ടൻ കൂടിയിട്ടുള്ള ഫിലിംസ് വേറെ ഉണ്ടോ? അഗ്രജനില് ദേവരാമാഷ മ്യൂസിക്, ഡെന്നിസ് ജോസഫ് ആയിരുന്നു സംവിധായകൻ, അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ്. അപ്പോൾ ഡെന്നിസ് എന്നോട് ചേട്ടാ ദേവരാമാഷാണ് മ്യൂസിക്, ഇത് കിട്ടുന്ന അവസരം പാഴാക്കരുത്, നിന്റെ സിനിമയാണ്, വേണമെങ്കിൽ വാ. ഇത് ABM തിയേറ്റർ കമ്പോസിംഗ് അല്ല, റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നു, ആ മനോജ് ഇല്ലടാ, ആ നിന്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ എൻ്റെ പാട്ടിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിലെ ഒരു പാട്ട് അപ്പോൾ റെക്കോർഡിങ് തുടങ്ങി, ദാസരൻ പാടിയതാണ്. ഏതോ യുഗത്തിൻ്റെ ചായം സന്ധ്യയിൽ ചെയ്തോ ഹരിനാം വന്നു, വേദനയോടെ വേപഥുവോടെ വേർപിരിഞ്ഞകന്നവർ നമ്മൾ, കതിർച്ചൂടും ശാഖിയിൽ കുയിലുകൾ പാടി തളരും സന്ധ്യയെപ്പോലും പരിചിതമേതോ പദനിസ്വനമൻ. ഇങ്ങനെ പോകും. എനിക്ക് അതിന് അത്രയും ഞാൻ മാഷിനോടുള്ള ആരാധന കൊണ്ട് പാടിപ്പോയതാണ്. അങ്ങനെയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. കേൾക്കുമ്പോ കൊതിയാവാ. ചെറിയൊരു ഇത് മാറി അപ്പം പിടിക്കും, ആരും പിടിക്കും. അതിൻ്റെ ഒരു ഗ്രേറ്റ് കമൻറ്റ് ഞാൻ കേട്ടത്, അതൊരു നമ്മൾ പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പം ദേവരാം മാഷിൻ്റെ ബോഡി മരിച്ചു കിടക്കുന്നു കൊല്ലത്ത്, അദ്ദേഹം പരവൂരുള്ള വീട്ടിൽ അടക്കാനായിട്ട്. അപ്പം ബ്യൂഗിള് വായിക്കും, മറ്റേ വെടിപൊട്ടിക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു പോലീസുകാരൻ ബ്യൂഗിള് അപസ്വരത്തിൽ വായിച്ചു, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഉടനെ അടുത്ത് നിന്നൊരു പ്രമുഖ സംവിധാനം, ഞാൻ പേര് പറഞ്ഞില്ല, പക്ഷെ ആ ഹ്യൂമർ സെൻസ് അവിടെ ആണെങ്കിലും പക്ഷെ അത് ഭയങ്കര സത്യവുമാണ്. അടുത്ത് നിന്നാളുടെ ഈ സംവിധാനം പറയുകയാണ്, ആ അപസ്വരം വായിച്ചു കഴിഞ്ഞു, ദേ കേട്ടോ അപസ്വരം, മാഷ് മരിച്ചു എന്നുള്ളത് കൺഫേമായി, അല്ലെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് വന്ന് ഈ പോലീസുകാരനെ ചവിട്ടി തടിച്ചേ. കൺഫേം ആയിട്ടും മരണം കൺഫേം ആണ്, അതല്ലെങ്കിൽ ഇപ്പൊ എണീറ്റ് വന്ന് ചെകിട്ട് കൊടുക്കുക, അമ്മാതിരി അവസരം വായിച്ചെന്ന് പറഞ്ഞു. സംഭവം ഇത് ആക്ച്വലി സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണെങ്കിലും വളരെ സീരിയസ് ആണെങ്കിലും വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. ചേട്ടന്റെ ഫിലിമിലുള്ള കുറെ നല്ല പാട്ടുകളെ പറ്റി ചേട്ടൻ പറഞ്ഞു, അതേപോലെ തന്നെ പ്ലേ ബാക്കും ചേട്ടൻ കുറച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, പ്ലേ ബാക്ക് ഞാൻ ഒരൊറ്റ സിനിമയിലും, അത് രവീന്ദ്ര മാഷിന്റെ മ്യൂസിക്കിലാണ്. അതെനിക്ക് ഏറ്റവും എന്നും എനിക്ക് നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ചരിത്രമാണ്. കാരണം അത് സായിബർ തിരുമേനി എന്നൊരു സിനിമ, ഷാജൂൻ കരിയാൽ ഡയറക്ഷൻ, സുരേഷ് ഗോപി നായകൻ, ഞാൻ നേരെ ടെറിഫിക് ആയിട്ടുള്ള വില്ലനാണ്. പക്ഷെ ഇയാള് ഭയങ്കര കള്ളൊക്കെ അടിക്കുന്ന ആളാണ്. കള്ളൊക്കെ അടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പാടുന്ന, അവര് ആടി തിമിർക്കുന്ന ഒരു പാട്ടായിട്ട്. അപ്പൊ അത് മനോജ് തന്നെ പാടി വന്നായിരിക്കും എന്നിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പാടി. അതാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടിയെന്ന് പറയാം. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരുന്നു റെക്കോർഡിങ്, സാലിഗ്രാമത്ത്. 9 മണിക്ക് ഉള്ളിൽ എത്താൻ പറഞ്ഞ് ഞാൻ 8:30 എത്തി. മകനുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. മൂത്ത മോനോട് പറയുന്നു, മാഷ് പറയുന്നു, നീച്ചില് മനോജിനെ ആ പാട്ടൊന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആ പാട്ടുക മേളത്തെ റെക്കോർഡിങ് സെറ്റപ്പിലേക്ക് ചെന്നു. മാഷും കയറി വന്നു. ഇത് കേൾക്ക്, നീ കേട്ടിട്ട് 2-3 പ്രാവശ്യം കേട്ടിട്ട് പാടിക്കും. മാഷ് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇട്ടേ കേൾക്കട്ടെ. അപ്പോൾ ഇത് കേട്ടു, ഇത് മതി, ഓക്കെയാണ്. ഞാൻ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഓക്കെ പറഞ്ഞു. ദൈവ സത്യമാണ്. ശോഭ ചേച്ചിയെ കൊണ്ട് ചോദിച്ചു. അപ്പൊ അങ്ങനെ രവീന്ദ്ര മാഷിന്റെയും പാട്ട് പാടാം. രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ ആദ്യം പാടിയത് ഭയങ്കര മഹാഭാഗ്യല്ലേ, എവിടെയും നമുക്ക് പറയാമല്ലോ.